എന്തൊക്കെയുണ്ട് വരെ എന്തൊക്കെയുണ്ട് പരിപാടി. ഇത് റൈഡ് തുടങ്ങിയിട്ട് നമ്മുടെ കയ്യിലിരിക്കുന്ന വണ്ടി M1 നമ്മുടെ 790 ആണ് കയ്യിലിരിക്കുന്നത്. ഈത്ത മൂട് സാധനം വച്ചു നോക്കി എർഗോണോമിക്സ് എന്നൊക്കെ പറയണ്ടല്ലോ, ഇതാണ് ആയിക്കോട്ടെ. ഞാൻ ഫസ്റ്റ് ടൈം വേണ്ട നമ്മുടെ 790 പോയിക്കണം. അപ്പൊ ഇന്ന് ഞാൻ ഒരു ഗ്രൂപ്പ് റൈഡ് വന്നിരിക്കുന്നത്, ഗ്രൂപ്പ് ടെസ്റ്റ് റൈഡ് ആണ്. അതായത് നമ്മുടെ യൂഹൻ മോട്ടേഴ്സ് പറഞ്ഞ വമ്പൻ ടീം എല്ലാ ബൈക്സും എല്ലാ സൂപ്പർ ബൈക്സും എല്ലാം ടെസ്റ്റ് ഡ്രൈവ് കൊടുത്തോണ്ടിരിക്കണം. നമ്മുടെ മുമ്പിൽ 1290 ഉണ്ട്, 1390 ഉണ്ട്, ഇല്ലാത്ത സാധനങ്ങളെല്ലാം പറ്റൂ. അപ്പൊ അമ്മ 1390 ഇതുവരെ ഓടിച്ചല്ലോ. അപ്പൊ ഈ KTMന്റെ DNA മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു 790 ആണ് ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി നോക്കിയേക്കുന്നത്. പക്ഷെ എന്താ പൊന്നോ, നമ്മുടെ കയ്യിലിരിക്കുന്നത് 790 ആണ്. ഒരു കിണ്ണം കാച്ചന ഐറ്റമാണ് ഇത്, കിണ്ണം കാച്ചിയ ഒരു ഐറ്റമാണ്. അപ്പൊ എൻ്റെ ഫ്രണ്ടിൽ SMC ഒക്കെ പോകുന്നുണ്ട്, ബാക്കില് കുറച്ച് ടീമുകളൊക്കെ ഉണ്ട്. ഞാൻ ലാസ്റ്റായി പോയി. അതേ നോക്കി 990R, 1290, 1390 ഇല്ലാത്ത വണ്ടികളിലെത്താൻ പറ്റൂ. അപ്പൊ ഞാനും അതിനകത്ത് നമുക്ക് ഇങ്ങനത്തെ അവസരം ഒന്നും മിസ്സാക്കാൻ വേണ്ടി പറ്റൂല പറ്റൂ. സംഭവം നമ്മൾ യൂസ് ആക്കിയേ പറ്റുള്ളൂ. അത് കാരണം ഞാൻ നമ്മളെ 790 ഒന്നും ഞാൻ ഇതുവരെ ഓടിച്ചില്ല, 290 ഞാൻ ഓടിച്ചില്ല. അപ്പൊ ഒരു KTM DNA എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, അല്ലെങ്കിൽ 390 കഴിഞ്ഞിട്ട് എന്താണ് അവർ പുറത്തുണ്ടാക്കി വെച്ചേക്കണമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ 790 ഒന്ന് എടുത്തിട്ടുണ്ട്. അതായത് ഒരു പരിചയപ്പെടാൻ വേണ്ടി. നേരെ ചാടിക്കറി 1290 കയറി പിടിച്ചാലേ എനിക്കറിയാം മെഷീൻ എങ്ങനെ ഇരിക്കണേന്ന്, എനിക്കറിയാൻ പറ്റും. എനിക്കറിയാം, അതായത് നോക്കി കണ്ടൊക്കെ കൈ കൊടുത്തതിനല്ലേ പണി വാലുമ്പളത്തേക്ക് കിട്ടും. അത് കാരണം നമ്മ മനസ്സിലാക്കാൻ വേണ്ടി 790 പിടിക്കണുണ്ടോ. താങ്ക് യു. 790 നമ്മൾ എടുത്തേക്കണത് ലൈനപ്പായിട്ടാ. ഓ ഒരു ഗിയർ മതി കേട്ടോ മറ്റു. അപ്പം ഞാൻ സ്പോർട്സ് മോഡ് മാറ്റിയിട്ട് സ്ട്രീറ്റ് മോഡ് ഇടുന്നുണ്ട്. കാരണം നമുക്കറിയാൻ വലിയ വണ്ടി എങ്ങനെ പെർഫോം ചെയ്യണത്. കാരണം നമ്മുടെ ഫസ്റ്റത്തെ റൈഡാണല്ല 790. അപ്പൊ വെറുതെ അനാവശ്യ ഡീലിയുടെ ഒന്നും ആവശ്യമില്ല പറ്റുമോ. കാരണം ഞാൻ ഇങ്ങനെ എർഗോണോമിക്സ് ഉണ്ടോ ഒന്നും പറയാനില്ല പറ്റൂ. അപ്പൊ ഓക്കെ, നമ്മുടെ 790 ഓക്കെ ഉണ്ടാ, പ്രെഡിക്റ്റബിൾ പവറാണ്, ഓക്കെയാണ്. നമ്മളാ പേടിപ്പിക്കേണ്ട രീതിക്കുള്ള സംഭവങ്ങൾ ഇല്ല. ചിലപ്പോൾ ഞാൻ 909 ഓടിച്ചാരണം ആയിരിക്കും. അപ്പോൾ ഞാനൊന്ന് റൈഡ് മാറ്റിയിട്ട് നോക്കാൻ വേണ്ടി പോകണ്ട. സ്ട്രീറ്റിൽ നിന്ന് ഞാൻ നേരെ സ്പോർട്സ് ഇടാൻ വേണ്ടി പോകണണ്ട. ഓക്കെ, ഇങ്ങനത്തെ അവസരമൊക്കെ കിട്ടി ഇങ്ങനെ മിസ്സാക്കാൻ വേണ്ടി പറ്റുമോ. അത് കാരണം ചെയ്യണം കേട്ടോ, വേറെ ഒന്നുമല്ല. സംഭവം ഹാൻഡിൽ ബാറും നമ്മളും തമ്മിലില്ലേ ഭയങ്കര അടുത്ത്. M1 എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു ഇത്തിരി വൈകിട്ടാണ്. അതായത് നമ്മൾ ഇത്ര നീണ്ടായിരിക്കാം, റിലാക്സ്ഡ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ പക്ക നമ്മ പൊളിക്കാൻ വേണ്ടി ടക്കിങ് ചെയ്യാൻ വേണ്ടി ഇരിക്കൂലേ, ആ ഒരു എർഗണോമിക്സ് തന്നെ നമ്മൾ ഇരിക്കണത്. ഇനി അങ്ങനെ ചെയ്യണോ ടക്കിങ് ചെയ്യണമെന്നില്ല കേട്ടോ. ഫുള്ള് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാ പറ്റൂ. ഇത് വേണം, ഇതൊരു ടൂളാണ് സത്യം പറഞ്ഞാൽ. സ്കാൽപ്പൽ എന്നൊക്കെ പറയില്ലേ, ആയിക്കോണം പറ്റൂല്. ഇതിന്റെ പവർ ഫിഗേഴ്സിനെ പറ്റി ഞാനിപ്പോൾ പറയാനുണ്ട്. ആർക്കാണെങ്കിലും 790 അടിച്ചു കൊടുത്താൽ തന്നെ എല്ലാ സ്പെസിഫിക്കേഷൻസ് കിട്ടാന്നുള്ളൂ. ഒരു 100 HP പവർ എന്തായാലും ഉണ്ട്, 110 ഉണ്ടാകാൻ ചാൻസ്. അതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ. ഇപ്പോൾ അറൗണ്ട് 100 Nm സ്റ്റോക്ക് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് നോക്കിയാൽ കിട്ടാന്നുള്ളതാ. അപ്പോൾ കിടക്കുന്നത് സ്പോർട്സ് മോഡാണ്, കൈ കൊടുക്കാണ്ടി പോകണ്ട. അത്ര പ്രഡിക്റ്റബിൾ അല്ല, ഇനഫ് പവർ ഇൻ ഹാൻഡ് ആണ്ടാ. അതായത് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട് വണ്ടി ചാടണ്ടെന്ന്. പക്ഷേ വീലിയൊന്നും ഇതുവരെ ആയില്ലട്ടാ. അത് ചെറിയ ഓക്കെ, വീലിയൊന്നും ആകേണ്ട ആവശ്യമില്ല, അത് ഞാൻ പറഞ്ഞേ. അത് 790 ആണ്ടാ, 790 കൊടുക്കേണ്ട. അൺലീഷിംഗ് ദ പവർ ആണ്ടാ പറ്റൂ.
ഞാനൊന്നും പറയണില്ല. എന്താ സംഭവിക്കണതാ? അതായത് ഞാൻ 3 ഗിയർ ഇട്ടോളാം ആകിയമേ. വീഡിയോ കണ്ടവർക്ക് അറിയാം, ഞാൻ ആകെ 3 ഗിയർ ഇട്ടോളൂ. മീറ്ററിലേക്ക് നോക്കാൻ എനിക്ക് സമയം കിട്ടിയതാ. ഇതാണ് അവസ്ഥ. ഫ്രണ്ടിലൊരു 1290 1390 ആണെന്ന് തോന്നുന്നു. 1390 പറക്കനായിരുന്നു അവിടെ. അപ്പൊ ആ ഒരു ഓപ്പോസിറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ട് വെച്ചു. 1290 കിട്ടുമ്പോഴേക്ക് നമ്മ പൊളിക്കോടാ അതിൽ കിടന്നത്. ഇപ്പൊ എനിക്ക് മനസ്സിലായി KTMന്റെ ഒരു നമ്മ 390 കഴിഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ 390 കഴിഞ്ഞിട്ട് അവര് പാലറ്റുനാന്ന് തോന്നുന്നുണ്ട്. 390 കഴിഞ്ഞിട്ട് ട്വിൻ സിലിണ്ടറിൽ അവരെന്താണ് കാണിച്ചേക്കണേന്ന് എനിക്കൊരു ചെറിയൊരു ഐഡിയ കിട്ടിയിരുന്നുണ്ടാവും വെച്ചു. ആ ഒരു ഐഡിയയിലായിരിക്കും നമ്മൾ 1390 പറക്കാൻ വേണ്ടി പോണത്, കേട്ടല്ലേ? അപ്പൊ മിക്കവാറും അടുത്ത വീഡിയോ 1390 പറക്കണായിരിക്കും. ഞാൻ ഈ വണ്ടി കൊണ്ട് വെച്ചിട്ട് അടുത്ത എല്ലാ ഒന്നില് നിർത്താൻ വേണ്ടി പറ്റില്ല. എല്ലാ വണ്ടി ഒരു വീഡിയോയിൽ നിർത്താൻ വേണ്ടി പറ്റില്ല. ഉറപ്പായിട്ട് എനിക്കറിയാം 3 മിനിറ്റ്സേ ഉള്ളൂ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ 1390 ഫ്ലൈയിങ് ആയിരിക്കും. കാര്യത്തിൽ സംശയമില്ല വെച്ചു. അപ്പൊ അടുത്ത വീഡിയോ കാണണ്ട. ഞാൻ ഗ്ലൗസ് കൊണ്ടുണ്ടോ വെച്ചു. ഗ്ലൗസ് എൻ്റെ അടുത്ത് വെച്ചില്ലേ നമ്മ ഫീലിംഗ് ഉണ്ടല്ല, അത് മോട്ടോർ സൈക്കിളുമായിട്ട് കണക്ട് ആണെങ്കിൽ എൻ്റെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. അതായത് എനിക്ക് ആ മോട്ടോർ സൈക്കിൾ മനസ്സിലാക്കണമെങ്കിൽ ഗ്ലൗസ് ഇട്ടാൽ നടക്കൂല. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് ഊരി വെച്ചിട്ട് നമുക്കറിയാൻ പറ്റും നമ്മളെ കയ്യിലിരിക്കും ആ ഹോഴ്സ് പവർ, ആ കുതിരകൾ കൊണ്ടുള്ള കളി കണ്ടത് മനസ്സിലാണെങ്കിൽ ഗ്ലൗസ് പാടില്ല ഇട്ടാൻ പറ്റും. പക്ഷെ എനിക്ക് ശരിക്കും ഹാപ്പി ആയിട്ടാണ്, ശരിക്കും ഹാപ്പി ആയി ഞാൻ 790 അടിച്ചപ്പോൾ. വണ്ടി ഓക്കെയാണ്. എക്സൈറ്റിംഗ് മെഷീനാണിത്, എക്സൈറ്റിംഗ് മെഷീനാണിത്. ലാസ്റ്റ് ആയി പോയി 790 ആണെങ്കിൽ പോലും എനിക്ക് ഈ വണ്ടി അങ്ങോട്ട് ഓടിച്ച് കൊതിർന്നില്ല. നമുക്ക് ഇനഫ് പവർ, അതായത് നമ്മുടെ സ്ട്രീറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നമുക്ക് എവറി ഡേ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ബൈക്കിന്റെ പവർ ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ ബൈക്കിനെ കൊണ്ട് ഞാൻ പറയാനുള്ളത്. അതായത് നമുക്ക് ഹാൻഡിലിംഗ്, മാന്യൂവറബിലിറ്റി, ഫിൽറ്ററിങ് എല്ലാ കാര്യങ്ങളും നടക്കൂല. വേറെ ഇതാണ് ബെൻഡാസിംഗ് സൈഡ് ചെയ്യാനുണ്ടാ. അതായത് ഞാൻ ഉപയോഗിച്ച മോഡ്സ് എന്ന് പറഞ്ഞാൽ സ്ട്രീറ്റ് മോഡും സ്പോർട്സ് മോഡും മാത്രമേ ഇട്ടുള്ളൂ. ദാറ്റ് വാസ് മോർ ദാൻ ഇനഫ് ഫോർ മീ കേട്ടോ പറ്റി. അപ്പോൾ അതാണ് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ശരിക്കുള്ള മെഷീൻസ് ഞാൻ ഓടിക്കാൻ വേണ്ടി പോകണേണ്ട. അപ്പം മച്ചു അടുത്ത വീഡിയോസൊക്കെ ഇത് തന്നെ ആയിരിക്കോട്ടാ, കണ്ടു നോക്കിക്കോട്ടാ മച്ചു, ഫോളോ ചെയ്ത് വെച്ചോ. കണ്ട ഇതെല്ലാം മോട്ടോർ സൈക്കിളും നമുക്ക് ടെസ്റ്റ് ഡ്രൈവിന് വേണ്ടി വെച്ചേക്കണേ. 1390 സൂപ്പർ ഡ്യൂക്ക് R. ഫ്രണ്ടിൽ അഡ്വഞ്ചർ 1390 ഒക്കെ ഉണ്ട്. ഇല്ലാത്ത വണ്ടികൾ കിട്ടാൻ മതി. വണ്ടി വെക്കട്ടെ, വേറെ വീഡിയോ കാണാം.